നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ ചാര് തണഞ്ഞു രക്ഷിച്ചു മമനാഥനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാര് തണഞ്ഞു രക്ഷിച്ചു മമനാഥനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളുമായിട്ട് കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായി കടന്നു വരുന്നു. ഞങ്ങളുടെ കുടുംബവുമായി കടന്നു വരുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാ. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്, അത് നിശ്ചയമാ. ഞങ്ങൾ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന കർത്താവാ ഞങ്ങളോട് കൂടെയുള്ളത്. ആമേൻ. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് ഞങ്ങളുടെ അരിക്കൽ വരുന്ന കർത്താവാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും മറുപടി തരും. ഞങ്ങളുടെ കണ്ണുനീരിനെ പൂർണ്ണമായിട്ടും തുടയ്ക്കും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പകല ദാനമായി തന്ന് ഞങ്ങളെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കണം. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജയത്തോടെ അവരെ നടത്തണമേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ട്, അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെട്ട്, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ പാർക്കുന്ന ഭവനം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, അനാഥര, വിധവകൾ എല്ലാം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. സമാധാനത്തോടും ദൈവകൃപയോടും സൗഖ്യത്തോടും ഞങ്ങളെയെല്ലാം സൂക്ഷിച്ചാട്ട് കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കണമേ അപ്പ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ പോറ്റിപ്പുലർത്തിയ ദൈവം ഇന്നും നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ ഏൽപ്പിച്ച് തരുന്ന കർത്താവേ. അപ്പാ ഈ സമയം ഹല്ലേലൂയ കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒന്ന് സമർപ്പിക്കുകയാണ്. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഡെലിവറി റൂമിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുക തമ്പുരാനെ. ആണിപ്പഴുതുള്ള കാര്യം ഓരോ മക്കളെയും ചാർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ തന്നെ ഇടയാക്കുമാറാകണം. നീ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ദൈവമാ. ഓരോരുത്തരുടെയും നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന ദൈവമാ. നിലവിളിക്ക് മുൻപിൽ നിൽക്കുന്ന ദൈവമാ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതോർത്ത് നന്ദി പറയട്ടെ. ദൈവമേ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിന് കുഴപ്പമുള്ളവർ, ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ കർത്താവേ. മറ്റ് വിവിധ ശസ്ത്രക്രിയകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ അപ്പൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവം ആ തൃക്കൈ കൊണ്ട് പൊറപ്പിക്കുന്ന ദൈവമാകിയാൽ അപ്പൻ്റെ സൗഖ്യം ഓരോ മക്കൾക്കും വേണം കർത്താവേ. അപ്പോൾ പലവിധ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാൽ ചുമയാൽ ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്നവർ, കഫക്കെട്ടിനാൽ ഭാരമുള്ളവർ, കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ, ശരീരമാസകലം നീർക്കെട്ടും അതിവേദനയുമുള്ളവർ, എൻ്റെ ദൈവമേ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം ചൊറിച്ചിലും പുകച്ചിലുമായിട്ട് ഭാരപ്പെടുന്നവർ, അലർജിയുടെ അസ്വസ്ഥതകളിൽ കൂടി കടന്നു പോകുന്നവർ, വയറ്റിൽ മൊഴിയാൽ ഭാരപ്പെടുന്നവർ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ് കർത്താവേ. ആണിപ്പഴുതുള്ള കരം തൊടയണം. സൗഖ്യം പ്രാപിക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് മനസ്സലിവും കരുണയുമുള്ള ദൈവമാണ്. സ്തോത്രം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടിപ്പിച്ചവനാ, സൗഖ്യമാക്കിയ ദൈവമാ. ഇന്നും ആ കരം കുറുതല്ല. ആണിപ്പഴുതുള്ള കരം ഒന്ന് വയ്ക്കണവേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ വഴിയും വാതിലും തുറന്നു കൊടുത്ത് മാനിക്കണം. അവരുടെ പഠനം മാനിക്കപ്പെടണം. വലിയ ജയം അവർക്ക് ഒരുക്കണം. അവരുടെ മെഡിക്കലൊക്കെയും കർത്താവെ ഏറ്റവും ശ്രേഷ്ഠകരമായി നടത്തണേ കർത്താവെ. സ്തോത്രം, സ്തോത്രം കർത്താവെ, സ്തോത്രം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണമേ ദൈവമായ കർത്താവെ. എല്ലാ വിസ പ്രോസസ്സിങ്ങും നടക്കട്ടെ കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവ് എല്ലാവരുടെയും സന്തോഷം പൂർണ്ണമാകാനും ഈ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട് കർത്താവെ.
ദൈവമായ കർത്താവെ, ഈ സമയം കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അനേക ജീവിതങ്ങളുണ്ട് കർത്താവെ. അവർക്ക് അവിടുത്തെ സമാധാനം നൽകി സന്തോഷത്തോടെ വസിപ്പാൻ തക്കണമേ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിവിധ ആവശ്യങ്ങളുടെ നടുവിൽ അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ നാഥ. തൻ്റെ മക്കളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യും, അവരെ മാനിക്കും. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിത്തരണം, ഭാരപീഠനെല്ലാം വിടുവിച്ചോണം. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ കാത്തുകൊള്ളണം. എൻ്റെ കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതങ്ങളെ മാനസാന്തരത്തിനും അനുഭവത്തിലാക്കി തീർക്കണം. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരേണ്ട കുടുംബങ്ങളുണ്ട് കർത്താവ്, വ്യക്തിജീവിതങ്ങളുണ്ട് കർത്താവെ. യോശുവയുടെ കുടുംബം പോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് പറയുവാൻ തക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥന ചോദിച്ച പ്രിയമക്കളെ സമർപ്പിക്കുകയാണ്. എവിടെയായിരുന്നാലും അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ കർത്താവെ. ആമേൻ. എൻ്റെ കർത്താവിനൊരു കാര്യവും അസാധ്യമല്ല. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. സ്വർഗം വെളിപ്പെടുമാറാകണമേ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം. അങ്ങനെ കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണമേ കർത്താവെ. ഹല്ലേലൂയ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളുടെ ദേശത്തെ രാജ്യങ്ങളെല്ലാം സൂക്ഷിക്കണമേ കർത്താവെ. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണേ. മുൻപോട്ട് ജീവിപ്പാനുള്ള ദൈവകൃപയെ അനുഗ്രഹപ്പെടുത്തി സൂക്ഷിക്കണമേ കർത്താവെ. ദൈവമായ കർത്താവെ, സമയം ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയൻ മറന്നാലും നീ മറക്കാത്ത ദൈവം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി അത്ഭുതം ചെയ്യണം. റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ജയമൊരുക്കണമേ, നല്ല ജയമൊരുക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ജയമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് BSc നഴ്സിങ്ങിനും കർത്താവെ, മെഡിസിനും എൻജിനീയറിങ്ങിനും പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. സ്വർഗം സഹായിക്കണം. OITയും IELTSും പഠിക്കുന്ന മക്കൾ, പ്രോമറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി സഹായിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ചു നടത്തണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.